വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം, വേടനെ സംഘപരിവാറുകാർ ഏതെങ്കിലും തരത്തിൽ ദളിത് വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. വേടനെതിരെ NIAക്ക് പരാതി കൊടുത്ത പാലക്കാട്ടെ BJP നേതാവിൻ്റെ പേരെന്താ? മിനി കൃഷ്ണകുമാർ എന്നല്ലേ? നമ്പർ 1. നമ്പർ 2, വേടനെക്കുറിച്ച് കുണ്ടറയിലെ ക്ഷേത്രത്തിൽ വെച്ച് NR മധു എന്ന കേസരിയുടെ പത്രാധിപർ പറഞ്ഞ വാചകം എന്താ? ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ? അത് സംഘപരിവാറിൻ്റെ വാക്കല്ലേ? ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞത് എന്താ? ഈ പട്ടികജാതി വിഭാഗക്കാരുടെയും ആദിവാസി വിഭാഗത്തിൻ്റെയും ഒക്കെ പാരമ്പര്യ കലാരൂപമാണോ റാപ്പ് സംഗീതം എന്നാണ്. എന്നിട്ടൊരു വാക്ക് അദ്ദേഹം അവർ വിശേഷിപ്പിക്കുന്നുണ്ട്, അതിവിടെ പറയാൻ കൊള്ളൂല. അതാണ് വേടനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ സംഘപരിവാറുകാർക്ക് വേടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഭിന്നതയോ ഇല്ല എന്ന സുജയുടെ വാദം നിലനിൽക്കുന്നതല്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ടേക്ക്. രണ്ടാമത് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്ന് യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമാണ്. ബഷീറിൻ്റെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായും വായിച്ചു. ബഷീർ എന്ന് പറയുന്ന ഒരു മുതിർന്ന അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ചരിത്രത്തിൻ്റെ അക്കാദമിക് ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലിടാൻ പാകത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് MM ബഷീർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആദ്യമേ പറയുന്നു. അതിനെന്താണ് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സിലബസിൻ്റെ സമഗ്ര രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ MM ബഷീറിനെ പോലൊരു മുതിർന്ന അധ്യാപകന് കഴിയാതെ പോയതെന്താണ്? നേരത്തെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, MM ബഷീറിൻ്റെ വാക്കുകളിൽ സംഗീതം പഠിക്കാൻ കുട്ടികൾ പ്രാപ്തരല്ലാത്തത് കൊണ്ടാണ് ഈ പാഠപുസ്തകത്തിൻ്റെ സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ബഷീറിൻ്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ സുജയ? ബഷീറിൻ്റെ അഭിപ്രായത്തോട്? അല്ല, സംഗീതം പഠിക്കാൻ, അതായത് BA മ്യൂസിക് അല്ലെങ്കിൽ MA മ്യൂസിക് കോഴ്സിൽ കൊടുക്കേണ്ട ഒരു സംഗീതത്തെക്കുറിച്ചുള്ള അറിവ്, അത് ഈ BA മലയാളം പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും സംഗീതത്തോട് താല്പര്യവും ഉണ്ടാകില്ല. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി. അത് തന്നെയാണ് സുജയ പറയുന്നത്. ഇനി അദ്ദേഹത്തെ പോലെ അറിവുള്ള ഒരാൾ കണ്ടെത്തിയ കാര്യം, ഞാൻ മലയാളം ഇല്ല, ഞാൻ സുജയുടെ അഭിപ്രായം ചോദിച്ചുള്ളൂ. അല്ലെങ്കിൽ സുജയ്ക്ക് അറിയില്ല എന്നങ്ങ് പറയാം. സുജയ MM ബഷീറിന്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സുജയെ കുറിച്ച് പറഞ്ഞത്. ഇനി എന്താണ് MM ബഷീർ പറയുന്നത്? MM ബഷീർ പറയുന്നത്, ഇതിൽ സാഹിത്യ പഠിക്കേണ്ടടുത്ത് കുട്ടികൾ സംഗീതത്തിൻ്റെ താരതമ്യം പഠിക്കുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ എന്താ ഈ കോഴ്സ്? ഈ കോഴ്സ് എന്ന് പറയുന്നത് താരതമ്യ പഠനമാണ്, താരതമ്യ സാഹിത്യ പഠനമാണ്, അതിൻ്റെ സാമാന്യ പരിചയമാണ്. എന്താണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ വരിക? താരതമ്യ സാഹിത്യ പഠനത്തിൽ വരുന്നത് പ്രമേയമുണ്ട്. പ്രമേയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ. എന്തുകൊണ്ടാണ് 1996 ഇറങ്ങിയ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഒരു ഗാനവും 2020 ഇറങ്ങിയ നമ്മളുടെ വേടൻ്റെ ഈ ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ ഈ പാട്ടും, ഭൂമി ഞാൻ വാഴുന്നിടം എന്നുള്ള പാട്ടും, എന്താണ് അതിൻ്റെ പ്രമേയം? ആ പ്രമേയത്തിൻ്റെ താരതമ്യ പഠനം സാഹിത്യ പഠനമല്ലേ സുജയ? താരതമ്യ പഠനമല്ലേ MM ബഷീർ? അത് സംഗീതമാണോ? വരികൾ എഴുതി വെച്ചിരുന്നാൽ എങ്ങനെ സംഗീതം പഠിക്കുന്നതാണ്? ഇത് താരതമ്യ സാഹിത്യ പഠനമാണ്. ഒരു കാര്യം പറഞ്ഞിരുന്നു, താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ താരതമ്യ പഠനം അത് സംഗീതത്തിലൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു QR കോഡ് കൂടി കൊടുക്കണമെന്നേ. സംഗീതം പാട്ടുകൂടി കേൾക്കൂ. അത് ഒന്നുകിൽ ഇതിനെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവണം. എന്താണ് ഈ പേപ്പർ എന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് താരതമ്യ സാഹിത്യ പഠനമാണ്. ആ ബോധ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രമേയ പഠനം, പ്രമേയ താരതമ്യം എന്നുള്ളത് താരതമ്യ സാഹിത്യ പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് MM ബഷീറിനെ പോലെ മുതിർന്ന അധ്യാപകൻ എങ്ങനെ മിസ്സായി? എന്താ ഒരു വാചകമില്ലാത്തത്? ഈ പറയുന്ന ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന ഈ മ്യൂസിക്, അതിൻ്റെ വരികൾ ഈ MM ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരികൾ? എൻ്റെ കയ്യിലുണ്ടല്ലോ. അതിനുശേഷം ഒരു വലിയ വിവാദമുണ്ടായി 1996 ശേഷം. ദേ ഡോണ്ട് കെയർ അസ് പുറത്തിറങ്ങുന്ന സമയത്ത് എന്തായിരുന്നു അന്നത്തെ ആരോപണം? ഇത് വലിയ ആൻറ്റിസെമിറ്റിക്കായ ജൂക്കൾക്കെതിരായിട്ടുള്ള ഒരു വലിയ ഗാനമാണ് എന്ന രീതിയിൽ അന്ന് മൈക്കിൾ ജാക്സനെ തൊലിയുരിക്കാൻ പോയി ഇതേപോലെയുള്ള അവിടുത്തെ സംഘികൾ. അന്ന് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? The song in fact is about the pain of prejudice and hate and is a way to draw attention to social and political problems. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ എഴുതിയ വരികൾ, മുൻവിധിക്കെതിരെയുള്ള എൻ്റെ വരികളാണിത് എന്നാണ് അന്ന് മൈക്കിൾ ജാക്സൺ പറയുന്നത്. തുടരുന്നു, I am the voice of the accused and attacked. ആക്രമിക്കപ്പെടുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ, ആരോപണ വിധേയരായി നിൽക്കുന്നവരുടെ ശബ്ദമാണ് ഞാൻ. ഇവിടെ ആ വരികൾ നോക്കൂ. ജോർജ് ഫ്ലോയിഡിനെ കുറിച്ച് അതിനകത്തൊരു വരി, ജോർജ് ഫ്ലോയിഡിനെ കുറിച്ചുള്ള വരി, ആ വരിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നോവുന്നത് ബഷീറിന്? താരതമ്യ പഠനം ഇവിടെയല്ലേ സാധ്യമാവുന്നത്? അക്യൂസ്ഡ് ആയവൻ്റെയും അറ്റാക്ക് ചെയ്യപ്പെട്ടവൻ്റെയും മർദ്ദിതരുടെയും പീഡിതരുടെയും ശബ്ദമാണ് ഞാൻ എന്ന് പറയുന്ന മൈക്കിൾ ജാക്സന്റെ ഈ ദേ ഡോണ്ട് കെയർ അസ് എന്ന് പറയുന്ന പാട്ടിലും വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ടിൻ്റെയും പ്രമേയത്തെ താരതമ്യം ചെയ്യാൻ അത് വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. തുടരുന്നു, I am the skinhead, I am the Jew,
I am the black man, I am the white man, I am not the one who has attacking. It is about the injustice to young people and how the system can wrongfully accuse them. അതല്ലേ ഈ കവിതയിൽ പറയുന്നത്. കോങ്കോയിലെ ഖനികളിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് വേടൻ പറയുന്നു, കോങ്കോ നിൻ ഖനികളിലായിരം കുരുന്നു ജീവൻ നൊന്തു മരിപ്പൂ എന്നാണ് പറയുന്നത്. യൂത്തിനെ കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, അവിടെ മർദ്ദിതരായ മനുഷ്യരെക്കുറിച്ച് അവിടെ അങ്ങ് അമേരിക്കയിലിരുന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നു, ഇവിടെ കേരളത്തിലിരുന്ന് ഇവിടെ വേടൻ പാടുന്നു. ഈ രണ്ട് സാഹിത്യ സൃഷ്ടികളിലെയും പ്രമേയത്തിൻ്റെ താരതമ്യ പഠനം എങ്ങനെയാണ് ബഷീർ എന്ന ഒരു മുതിർന്ന അധ്യാപകന് നഷ്ടപ്പെട്ടത്? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇതിവിടെ എവിടെയാ പ്രശ്നമെന്നറിയാമോ? ഇന്ത്യയെക്കുറിച്ചുള്ള വരി എന്ന് ജിമ്മി നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്തായിരുന്നു ആ വരി? മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാംബ പോലും വെട്ടം തേടി അലയുകയാണ്. ഒറ്റ വരി. ഈ വരിയിലാണ് പലരുടെയും കുരു പൊട്ടിയത്. ബാക്കിയുള്ള കുരു ഒന്നും പൊട്ടില്ല. സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയെളിപ്പത് നീച്ചേറിപ്പു പൊട്ടില്ല. കൊറിയയ്ക്ക് മേൽ കഴുകൻ പാറിപ്പറക്കുന്നു കാവലിരിപ്പു പൊട്ടില്ല. മെക്സിക്കോയിൽ മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ 6 തടുപ്പു. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ മൈ ഫ്രണ്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ ഇവിടെ എതിർക്കണമെങ്കിൽ ഒരൊറ്റ വരിയേ ഉള്ളൂ. അതാണ് മതത്തിൻ്റെ ഇരുളിൽപ്പെട്ട് ഭാരതാംബ പോലും വെട്ടം തേടി അലയുകയാണ്. ഈ വരിയിലാണ് പ്രശ്നം. ആ വരിയിൽ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ NR മധുവിൻ്റെ, നേരത്തെ പറഞ്ഞ മിനി കൃഷ്ണകുമാറിൻ്റെ, നേരത്തെ പറഞ്ഞ ശശികലയുടെ വാക്കുകളുടെ തുടർച്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇതിലെ ആദ്യ പരാതി. ആ പരാതിയിൽ പറയുന്ന 3ാമത്തെ ഭാഗം വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത്, വേടൻ്റെ ഗാനം എന്നാണ്. വേടൻ്റെ ഈ എഴുതിയ വരികളോ അതിലെ സാഹിത്യമോ അല്ല. വേടൻ്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ നടക്കണം എന്ന് പറഞ്ഞാൽ വേടൻ്റെ ഭൂമി വാഴുന്നൊരിടം എന്ന് പറയുന്ന പാട്ടുമാറ്റി മറ്റേതെങ്കിലും വേടൻ്റെ പാട്ട് വയ്ക്കാനല്ല പറയുന്നത്, വേടനെ മാറ്റണമെന്നാണ് പറയുന്നത്. സുജയ, അതാണ് പ്രശ്നം. വേടനെ മാറ്റി പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ മാറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് MM ബഷീറിന് തെറ്റിയ ഒരു ഭാഗം അതാണ്. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിനകത്ത് ഏറ്റവും കൗതുകകരമായൊരു കാര്യം ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ അതിൽ കാണുന്നൊരു ഭാഗമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. MM ബഷീറിനെ പോലെയുള്ള ഒരു അധ്യാപകനൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇഴയടുപ്പത്തോടെ കാവ്യാത്മകമായ സങ്കല്പനങ്ങൾ സൃഷ്ടിക്കുവാനോ അവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല. ആ വരികൾ മുഴുവൻ ഇഴയടുപ്പത്തോടെ പാകി വെച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധങ്ങളുടെ ഐലൻഡ് കുർദിയെക്കുറിച്ചുള്ള കരച്ചിലു പോലെ, സിറിയയിലുള്ള വേദന പോലെ, കൊറിയയിലുള്ള രാഷ്ട്രീയ അസംതൃപ്തി പോലെ, കോങ്കോയിലുള്ള ഖനികളിൽ വീഴുന്ന മനുഷ്യരെ പോലെ, ആമസോൺ മഴക്കാടുകൾക്ക് സംഭവിക്കുന്ന ദൈന്യത പോലെ ഈ ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിരോധത്തിൻ്റെ മാലയാണത്. ആ മാലയ്ക്ക് എങ്ങനെ ഇഴയെടുപ്പമില്ല എന്ന് പറയുക? ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരുപക്ഷെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിൽ പോലും കാണാൻ കഴിയാത്തതിലും അധികം വരികളുടെ കൃത്യമായ ഇഴയെടുപ്പം നമുക്കിതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ എവിടെയാ പ്രശ്നം? അതിനിടയ്ക്ക് നേരത്തെ സുജയ പറഞ്ഞല്ലോ ഇതൊരു ഗദ്യ കവിതയാണെന്ന്. റാപ്പ് സംഗീതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. റാപ്പ് സംഗീതത്തിന്റെ ചരിത്രം നമ്മൾ പറയാനുള്ള കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾക്ക് സമയം തരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഒരു പ്രതിരോധ മാല പോലെ തീർത്തിരിക്കുന്ന ഈ ഗാനത്തിലെ വരികൾ, ആ വരികൾക്ക് ചേർച്ചയില്ലെന്ന് എങ്ങനെയാണ് MM ബഷീർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടറിന് മനസ്സിലാക്കേണ്ട കാര്യം, ഡോക്ടർ MM ബഷീറിന് ഇത് അറിയാഞ്ഞിട്ടല്ല. ഇതിൽ ആരെയും വേദനിപ്പിക്കാതെ ഒരു റിപ്പോർട്ട് നൽകണം, വിവാദമാകാതെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ്. അത് വിദ്യാർത്ഥികൾക്ക് ഇത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ വിവാദമാവില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഓരോ വരിയായിട്ട് എടുത്ത് വിവാദമാക്കി. ഒരു കാര്യം കൂടി, ഇനിയുണ്ട് ഒരു ഭാഗം കൂടി കേട്ടോ. ഇതിനകത്ത് സ്വാധീനതാ പഠനം താരതമ്യ സാഹിത്യ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എങ്ങനെയാണ് പുതുതലമുറയെ ഇത് സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും അധികം ആളുകൾ ഈ വേടൻ്റെ സാഹിത്യ സൃഷ്ടിക്കൊപ്പം പഠിക്കണ്ടേ സുജയ? പഠിക്കണ്ടേ MM ബഷീർ? ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ, ഒരു കലാരൂപം എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ കലാരൂപത്തിൻ്റെ പുനരാവിഷ്കാരം? ആ സിലബസിൻ്റെ വ്യക്തമായ ഭാഗത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ മൊഡ്യൂളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ താരതമ്യ പഠനം, പുതുപ്രവണതകൾ, ക്ലാസിക്കൽ കലാരൂപങ്ങൾ. 20ാമത്തെ അധ്യായം 4ാമത്തെ മൊഡ്യൂൾ. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, പുനരാവിഷ്കാരങ്ങൾ, താരതമ്യ പഠനം എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പുനരാവിഷ്കാരം എങ്ങനെയാണ് സാധ്യമാവുക? കഥകളിയായിട്ടല്ലല്ലോ പുനരവതരിപ്പിക്കുക.
കഥകളി സംഗീതത്തെ കഥകളി സംഗീതമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെവിടെയാണ് പുനരാവിഷ്കാരം വരണമെങ്കിൽ അജിത ഹരേ മാധവ മുരിങ്ങൂർ ശങ്കരംപോറ്റിയുടെയും കുചേലവൃത്തം കഥകളി PSV നാട്യസംഘം കോട്ടക്കലിൻ്റെയും ഒപ്പം അജിത ഹരേ എങ്ങനെയാണ് ഒരു യൂത്തിൻ്റെ ഇടയിൽ ഒരു സ്വാധീനമുണ്ടാക്കുന്നത്? അതാണ് സ്വാധീനതാ പഠനം. ആ സ്വാധീനതാ പഠനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരേ എങ്ങനെയാണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? നിങ്ങൾക്കതിൽ വിമർശനങ്ങൾ കൊണ്ടുവരാം. സർവകലാശാല പറയുന്നത് എന്താ? ഗൗരി ലക്ഷ്മിയുടെ പാട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗൗരി ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നതല്ല, ഇത് കുട്ടികളാണ് പറയേണ്ടത്. ഈ താരതമ്യ പഠനത്തിൽ ക്ലാസിക്കൽ കലാരൂപത്തിൽ ഈ പുനരാവിഷ്കാരം നടത്തുമ്പോൾ അതിൻ്റെ തനതു രീതി നഷ്ടപ്പെട്ടു പോകുന്നു. കുട്ടികൾ കണ്ടെത്തട്ടെ, അതിനാണല്ലോ സർവകലാശാല, അതിനുവേണ്ടിയല്ലേ സർവകലാശാല. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതാണ് കൗതുകകരമായ കാര്യം. BJP പ്രതിനിധിയായ ശ്രീ അനുരാജിൻ്റെ പരാതി എന്താണെന്നറിയാമോ? ഈ ശ്രീമതിയുടെ ദൃശ്യാവിഷ്കരണം ഭക്തിയുമായി ഇണങ്ങുന്നതാണോ? ഇട്ടിരിക്കുന്ന കുപ്പായം നോക്കിപ്പോകാൻ നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എവിടെയൊക്കെ നോക്കിപ്പോയത്? കാവ്യവസ്ത്രം നോക്കിപ്പോയതിന് സിനിമാ നടിയുടെ അടിവസ്ത്രത്തിലേക്കാണ്. ഒരു സിനിമ കുറെ കാലം പെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിഷേധം നടത്തി. നമുക്കറിയാമല്ലോ, കാവ്യവസ്ത്രം അവിടെ അവർ അടിവസ്ത്രമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇവിടെയും ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേ ലോജിക്കല്ലേ? ആ ഭവതിയുടെ ഈ ശ്രീമതിയുടെ ഈ ആവിഷ്കാരം അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഭക്തിയുമായി ചേർന്നു പോകുന്നതാണോ എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മൊത്തം ആ അർത്ഥത്തിൽ ദൃശ്യാവിഷ്കരണം എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെയാണ് സ്റ്റേജിൽ വന്നത് പ്രസന്റ് ചെയ്യുന്നത്? അവരിട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും അവരിട്ടിരിക്കുന്നതിനെ കുറിച്ചുമുള്ള വലിയ ചർച്ചകൾ ഈ സമൂഹത്തിൽ നടത്തിയതാരാ? നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പരാതി. ഒരാൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ഒരാൾ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് ദൃശ്യമാകുന്നത്? അതാണല്ലോ ദൃശ്യാവിഷ്കാരം. അതല്ല ദൃശ്യാവിഷ്കാരം. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ തുണിയുടെ പെർഫോമൻസ് അല്ല, ആ വരികളുടെ പെർഫോമൻസ് ആണ്. ഞാനല്ല നോക്കുന്നത്, നിങ്ങൾ അടിവസ്ത്രം നോക്കാൻ നോക്കിയത്. എന്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ. കഥകളിയുടെ വസ്ത്രം, കഥകളിയുടെ ഓരോ വേഷം, ആ വേഷത്തിന് ചേരുന്ന ഭാവം, ഇതെല്ലാം കഥകളിയുമായി ചേർന്നു പോകുന്ന ദൃശ്യാവിഷ്കാരമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എന്താ ദൃശ്യാവിഷ്കാരത്തിന് പ്രശ്നം? എവിടെയാ നമ്മൾ ഈ പറയുന്ന ഗൗരിലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ എവിടെയാ പ്രശ്നം? പറയൂ. ഇതല്ലാതെ പ്രശ്നം പറയൂ, ഒരു പ്രശ്നം പറയൂ. ദൃശ്യാവിഷ്കാരത്തിലെ ഗൗരിലക്ഷ്മിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ പറയൂ, എന്താണ് പ്രശ്നം എന്ന് പറയൂ. തെറ്റായ ആശയങ്ങൾ പഠിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢനീക്കമല്ലേ പരാതി? അതാണ് പ്രശ്നം. ഇതാണല്ലോ ഇത് ഞാൻ പറഞ്ഞത്, ഇതാണ് തെറ്റായ രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ ദുരവസ്ഥയുടെ കാര്യം പറഞ്ഞതുപോലെ ഇത് നമ്മളുടെയൊക്കെ ഒരു ദുരവസ്ഥയാണ് എന്നുള്ളതാണ്. പക്ഷേ അത് കേരളത്തിൽ എങ്ങനെ വിലപ്പോകും? കേരളത്തിൽ ഇത് അതിന് ഈ ആധുനിക കാലത്തൊരു തുടക്കമാണ്. ഇന്നത്തെ ദിവസം തന്നെയാണ് നമ്മൾ NCERT പുസ്തകത്തിൽ മുഗളന്മാരുടെ ചരിത്രത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അക്രമികളും കൊലപാതകികളും തട്ടിപ്പുകാരന്മാരുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഔറംഗസേബിന്റെ പടനായകനെ മറന്നുപോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇക്കാര്യത്തിൽ. അതുകൊണ്ട് MM ബഷീർ പഠിച്ചിരിക്കുന്ന MM ബഷീറിന്റെ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്യന്തം അബദ്ധജടിലവും ഒരു കാരണവശാലും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിക്കാൻ പാടില്ലാത്തതുമാണ്. വേദന മനസ്സിലാക്കാനുള്ള വലുപ്പം MM ബഷീറിനോ പരാതി കൊടുത്ത ഒരാൾക്കുമോ ഇല്ല എന്നതാണ് എന്റെ ടേക്ക്. സിലബസിന്റെ പുറത്ത് പഠിച്ചോളുന്നേ. അതെ. Meet the editors.